ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദില നൂറയിലെ ആദില എന്ത് കോപ്രായം എന്ത് തോന്നിയസനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ലേ? ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഭാഗത്ത് നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒലക്കമുള്ള പരിപാടിയാണ് അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദില നൂറ എന്നുള്ള ലെസ്ബിയൻ കപ്പിളാണ്, അതൊക്കെ നമുക്കറിയാം. ലെസ്ബിയൻ കപ്പിളോ എന്ത് കപ്പിളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവർ കയറി വന്ന സമയത്ത് അവരെ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് കണ്ടതെങ്കിലും ഇപ്പോൾ 2 കണ്ടസ്റ്റൻസാണ്. ആ ബോധം വേണം വേണ്ട. ആദിലൊക്കെ അത് പലപ്പോഴും ഇല്ലാവുന്ന കേസ്. ആദിലൊക്കെ എന്താ ഈഗോ കയറുകയാണ്, അതോ വെറുതെ ക്യൂട്ട്നെസ് ഇട്ട് നമ്മൾ തെറ്റിയിരിക്കില്ല. ചില കുട്ടികളൊക്കെ തെറ്റിയിരിക്കണ മാതിരി അങ്ങനെ തെറ്റിയിരിക്കണം. എനിക്കതും കോപ്രായിട്ട് തോന്നിയ കേസ്. അനാവശ്യമായിട്ട് ഈഗോ അല്ലെങ്കിൽ എന്ത് കോപ്രായി കാണിക്കണ പോലെ വെറുതെ ക്യൂട്ട്നെസ് തൂറി മെഴുകണ പോലെയാണ് കേസ് എനിക്ക് തോന്നണത്. എന്താ കാണിച്ചുകൊണ്ടിരിക്കണത്? ഇന്നെന്താണ് അവൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചപ്പോൾ ഞാൻ വരില്ല ഇപ്പം ചെയ്യൂല. അതായത് അവൾക്ക് തോന്നുന്നു അവൾക്ക് കോംപ്ലക്സ് അടിച്ച് തോന്നുന്നു, അല്ലെങ്കിൽ ഈഗോ കയറി തോന്നുന്നു. അവളോട് കിടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അവളെ ഓർഡർ ചെയ്യണ പോലെയാണ്. അനീഷ് വന്നിട്ടല്ല, അനീഷിലെ കിച്ചൺ ക്യാപ്റ്റൻ വന്നിട്ട് പറയുന്നുണ്ട് അതിലെ വന്നിട്ട് പാത്രം കഴുകുക. ഇല്ല, ഞാൻ പാത്രം കഴുകില്ല, ഇയാൾ പോയിക്കോ, ഇയാളെന്ന് അങ്ങനെ മഞ്ഞും കൊണ്ടിട്ട് അവിടെ നിന്നു എന്നൊക്കെ പറയുന്നത്. എന്താ കാണിക്കണത്? എന്നിട്ട് അവൾ വേണ്ട ബെഡ്റൂമിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ വന്നിട്ട് അവൾ കാട്ടിക്കൂട്ടണ പട്ടി ഷോ കാണിക്കണവൾ ആദില. ഇക്ക ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ നൂറേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദിലേനെ വലിയ താല്പര്യം, ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. നൂറ ഒറ്റയ്ക്ക് നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇവർ പരസ്പരം സ്നേഹവും ഇതൊക്കെ ആയിരിക്കാം, കപ്പിളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ 2 ഗെയിമേഴ്സാണ്, 2 കണ്ടസ്റ്റൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണം. അല്ലാണ്ട് ഇവരുടെ സ്നേഹപ്രകടനം കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അത് അതിൻ്റെ ഇടയിൽ അവർ കാണിക്കണമെങ്കിൽ ഓക്കെ, അവരുടെ ജീവിതത്തിൽ അതൊക്കെ നല്ലതാണ്, കാര്യമാണ്, അടിപൊളിയാണ്. അവരുടെ സ്നേഹം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അവരെന്നും അങ്ങനെ കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ നമ്മൾ വിലയിരുത്തുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും വിലയിരുത്തും. അപ്പോൾ എന്താ അവളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അവളെ ബാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ആദില നൂറ എന്നുള്ള ആ കപ്പിള് അടിപൊളിയാണ്, അങ്ങനെയുള്ള ഇതുകൊണ്ടായിരിക്കും 2 പേര് നോമിനേഷനിൽ വരികയാണെങ്കിൽ 2 പേരെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടാവുക. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിരിയേണ്ട അവർ ഒരുമിച്ച് അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് കണക്കിന് പോകുകയാണെങ്കിൽ ആദിലയുടെ ഗെയിം കളിച്ചില്ലെങ്കിൽ അവൾക്ക് അധികകാലം അവിടെ നിൽക്കാൻ പറ്റും തോന്നില്ല കേസ്. അത് നൂറയ്ക്കും പ്രശ്നമായി തീരുന്നുണ്ടായിരിക്കും. നൂറ് എന്തായാലും ഇവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ആദിലെന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റേ നൂതില ചെരുപ്പ് ഫാക്ടറിയില്ലേ, ചപ്പൽ ഫാക്ടറി. ആ സമയത്ത് അവളുടെ കൈ മുറിഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നൂറുടെ കൈ മുറിഞ്ഞ സമയത്ത് അവൾ പെട്ടെന്ന് വന്നിട്ട് കയറി വന്നിട്ട് അല്ല ആ കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് സ്നേഹം കാണിക്കലൊക്കെ ഉണ്ട്. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അതൊരു ടാസ്ക് ആണെന്നുള്ള ബോധം വേണം. അവൾക്ക് അവളോടുള്ള നൂറുടെ അടുത്തുള്ള സ്നേഹം അതിലെ കാണിച്ചു, പെട്ടെന്ന് ഓടി വന്നു, ഇതൊക്കെ ചെയ്തു. സംഭവമൊക്കെ ശരിയാണ്. അത് ടാസ്ക് ഉള്ള രീതിയിൽ നമുക്കൊരു എടുക്കാം. എങ്ങനെയാണ് അവരാ ജോലി എന്താ പറയുക, മുതലാളിയോടുള്ള സ്നേഹം കാണിച്ചാണെന്നൊക്കെ. പക്ഷേ അതിൻ്റെ വേറെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വരുമ്പോൾ ചില ആളുകൾക്ക് തോന്നും എന്താണ് അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടൊക്കെ വരണത് ആ സംഗതി. ഞാനവിടെ തെറ്റ് ശരിയോ വിധിക്കല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗെയിമറാണെന്നുള്ള ബോധം കൂടി വേണം. ഇപ്പോൾ ഞാൻ ഈ ചെരുപ്പ് ഫാക്ടറിയുടെ ഇതിൽ പറഞ്ഞത് അവരുടെ സ്നേഹം കാണിച്ചാണ് കേട്ടോ. അതായത് ടാസ്ക് പോലും വലിച്ചെറിഞ്ഞിട്ട് അവളോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ആളുകൾ പലപ്പോഴും ഈ സ്നേഹം അത് നല്ല നോക്കും. അപ്പോൾ ഞാൻ ഉദാഹരണം പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നത്, അതായത് ഇപ്പോൾ രേണുസുതിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഗതി അതിൽ രേണുസുതിരത്തെ ആൾക്കാർക്ക് പലർക്കും സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. രേണുസുതി ഫാൻസിനും ഒരു ക്രിഞ്ച് സംഗതി തോന്നി. എന്താ വെച്ചാൽ ഇത്രയും വോട്ട് കൊടുത്തിട്ടും അവളവിടെ എന്താ കാണിക്കണത്, വീട്ടിൽ പോകണം എന്നാണ് പറയണത്. പോയിൻ്റ് മനസ്സിലാവുണ്ടോ? അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അവിടെ നിൽക്കണം. അപ്പോൾ ഇവർ 2 പേര് ആദില നൂറ് നല്ല ഗെയിം കളിക്കണം. അതാണ് നിൽക്കണം എന്ന് മാത്രമല്ല, ഗെയിം കളിക്കണം. അതിനാണ് അവരവിടെ നിർത്തണത്. അപ്പോൾ രേണുസുധിയും കാര്യം അവിടെ നിൽക്കട്ടെ, ആദില നൂറ ഇതിൽ 2 പേരും ഇപ്പോൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസാണ്, സെപ്പറേറ്റ് ഗെയിമേഴ്സാണ്. അങ്ങനെ വേറെ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഗെയിം കളിക്കണം. അത് ഈഗോ കോംപ്ലക്സ് ഇതൊക്കെ വെച്ചിട്ട് ആളുകൾ വലിയ താല്പര്യം നഷ്ടപ്പെടും. ഇപ്പോൾ അനീഷ് വന്നിട്ട് അവിടെ അടുത്ത് പാത്രം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ പാത്രം കഴിക്കാൻ ഞാൻ പോവില്ല അങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺ എന്താ? വൈ? ഈഗോ കോംപ്ലക്സ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നൂറ അവരുടെ ഭാഗത്ത് നിന്നു, അനീഷിൻ്റെ ഭാഗത്ത് നിന്നോ, അല്ലെങ്കിൽ എന്താ പറയുക ഞാനത് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു നൂറയുടെ അടുത്ത് എന്തൊക്കെ പറയുന്നത്. നൂറയ്ക്ക് പിന്നെ ഈ ഒരു ബോധമൊക്കെ ഉണ്ട്. നൂറ പറഞ്ഞു നീ എന്താ കാണിക്കുന്നത്, എന്ത് കണ്ടൻറ്റാണ് നീ ഉണ്ടാക്കുന്നത്, നീ ചെയ്യ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ബേബിയും കോപ്പിയായാലും നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിൽക്കാം. അല്ലെങ്കിൽ ആദില നൂറയിലെ ഒരാൾ പോകുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പം തന്നെ പല പോളുകളും വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേസ്, പല യൂട്യൂബ് ചാനലുകളിലും പോൾ വരുന്ന സമയത്ത് ആദില നൂറ വരുന്ന സമയത്ത് നൂറയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്, ആദിലയ്ക്ക് സപ്പോർട്ട് കുറവാണ് അല്ലേ? നൂറയ്ക്ക് ഇക്കണക്കിന് വേണമെങ്കിൽ നൂറയ്ക്ക് നല്ല വോട്ട് ഇട്ടുണ്ടാവും. അതിലധികം വൈകാണ്ട് തന്നെ അവിടെ പുറത്താകുണ്ടായിരിക്കും. ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. അല്ലാണ്ട് ഞാൻ അത് പറഞ്ഞപ്പോഴാട്ടോ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് മറ്റേ നെവിൻ
മറ്റേ ജയിൽ നോമിനേഷനിൽ ഒന്ന് ലക്ഷ്മീനെ അതിനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെക്കുറിച്ച് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണങ്ങൾ നോക്കി അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഇവിടെ ഓളെ ആദിലേനെയാണ് പിന്നെ നോമിനേറ്റ് ചെയ്ത്, നിവിനല്ല ആദിലേനെ നോമിനേറ്റ് ചെയ്ത്. അപ്പോൾ അവന് പറഞ്ഞ റീസൺ കണ്ട, അവളുടെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണെന്ന്. ആരുടെ? നൂറ നന്നായിട്ട് ഗെയിം കളിക്കേണ്ട സംഭവമൊക്കെ അടിപൊളിയാണ്. നൂറയുടെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ നൂറല്ലാണ്ട് ഇവൾക്കൊരു പിടുത്തമില്ല, ഇവൾക്ക് അവിടെ ഒരു ഗ്രിപ്പില്ല ബിഗ് ബോസിൽ. നൂറ ഒരു സ്റ്റാറിനെ പോലെ അവിടെ ഇങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ ഇവൾ അതിൻ്റെ ഷാഡോ ആയിട്ട് മാറുകയാണ് എന്നൊരു സംഗതി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മോശമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അണ്ണൻ ഇവരെ എങ്ങനെയെങ്കിലൊക്കെ തെറ്റിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നു തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലാണ് അവർക്ക് TRP നല്ല രീതിയിൽ കൊടുക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു പക്ഷേ ഇങ്ങനെയായിട്ട് ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു കേസ്. ഞാൻ പറയുന്നത് വളരെ മോശമായിരിക്കും. ഞാൻ പക്ഷേ ബിഗ് ബോസിൽ ബിഗ് ബോസിലുണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ആ ദിവസം തന്നെ ചെയ്ത ഒരു 4-5 വീഡിയോസിൽ ഒരു വീഡിയോ ഇതങ്ങനെയായിരുന്നു, ബോസ് അണ്ണൻ ഇവരെ തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരുമിച്ച് ടീമായിട്ട് അടിപൊളിയായിട്ട് നിന്ന് ഡിസ്കഷനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സായിട്ട് അവിടെ നിൽക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ചെറിയ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾ കൂടി കയറി വരികയാണെങ്കിൽ അവർ തമ്മിൽ കത്തിക്കൽ ഏകദേശം തീരുണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്, അങ്ങനെ പലതും സംഭവിക്കണം. അതിൽ ഒരാളെന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ആൾ എങ്ങനെ അവിടെ പിടിച്ചിരിക്കുന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. കരച്ചിലും മെഴുകലും ബഹളവും സ്നേഹവും ഒന്നും ആവില്ല. അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് കയറി വരിക എന്ന സംഭവമായിരിക്കും. ഒരു പക്ഷേ ഒരു പേഴ്സണൽ ലൈഫിലും ബാധിക്കേണ്ട സാധ്യത ഉണ്ട് ഗൈസ്. ഇത് ബിഗ് ബോസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കളിച്ചാൽ അതിലൊക്കെ അവിടെ പിടിച്ചിക്കാൻ പറ്റും. ഇപ്പം നൂറയാണ് അടിപൊളിയായിട്ട്, 2 പേരിൽ അടിപൊളിയായിട്ട് നിൽക്കണ ആൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് അതിലൂടെ ഈ കാണിക്കുന്ന പരിപാടിയൊന്നും എനിക്കിഷ്ടമാവണില്ല. കാര്യം പറയില്ല, ഇത് അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യാണ്ട് വെറുതെ ഡയലോഗ് അടിച്ചിട്ട് പിടിവാശിയും കാണിച്ചിട്ട് നടക്കണത് കാര്യമില്ല അത്. അപ്പോൾ ശരി ഗൈസ്, ആദ്യമായിട്ട് യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.